സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം അരിവാൾ രോഗം എന്ന് മലയാളത്തിൽ പറയും. രക്തക്കുഴലുകൾക്കുള്ളിൽ കൂടെ ഈ ബ്ലഡ് സെൽസ് ഒഴുകി പോകുന്ന സമയത്ത് അത് എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കാനുള്ള സാധ്യത വരും. തീവ്രമായ വേദനയാണ് ഈ രോഗികൾക്ക് അനുഭവപ്പെടുക. തളർവാദം ഉണ്ടാകാം. ഹാർട്ടിലാണെങ്കിൽ അത് അറ്റാക്ക് ഉണ്ടാകാം. കാരിയർ ആണെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ ഡോക്ടർ എമ്മ, അമൃത ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. 2009 മുതൽ ജൂൺ 19 എല്ലാ വർഷവും സിക്കിൾ സെൽ ഡേ ആയിട്ട് ആചരിച്ചു വരുന്നു. സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം അരിവാൾ രോഗം എന്ന് മലയാളത്തിൽ പറയും. ഈ രോഗത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം എല്ലാവർക്കും ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം ആചരിച്ചു വരുന്നത്. എന്താണ് ഈ സിക്കിൾ സെൽ അനീമിയ? രക്തത്തിലുണ്ടാകുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ് പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീനിൻ്റെ ഒരു ജനിതകമായിട്ടുള്ള വ്യതിയാനം കാരണം ഈ പ്രോട്ടീൻ അബ്നോർമലായി പോകുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ ജോലി എന്താ വെച്ചാൽ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പ്രോട്ടീനിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് അവർക്ക് ശരീരത്തിൽ ഓക്സിജൻ ക്യാരിയിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പ്രോട്ടീനിൻ്റെ പ്രശ്നം കാരണം ശരീരത്തിലെ ജലാംശം കുറഞ്ഞൊരു സാഹചര്യം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പോൾ ശ്വാസമുട്ടലോ എന്തെങ്കിലും കാരണം കൊണ്ട് ഓക്സിജൻ കുറയുന്നൊരു സാഹചര്യം വന്നാലോ അല്ലെങ്കിൽ അമിതമായ തണുപ്പുള്ള സാഹചര്യത്തിലോ ഈ പ്രോട്ടീൻ കുറച്ച് സ്റ്റിഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ കൂടെ ഈ ബ്ലഡ് സെൽസ് ഒഴുകി പോകുന്ന സമയത്ത് അത് എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കാനുള്ള സാധ്യത വരും. ബ്ലോക്കായി നിൽക്കുമ്പോൾ ഏത് ഭാഗത്താണോ ബ്ലോക്ക് അയക്കുന്നത് അതിനെ തുടർന്നുള്ള ഭാഗത്തേക്ക് രക്തഓട്ടം നിലച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. രക്തഓട്ടം നിലച്ചു പോകുമ്പോൾ തീർച്ചയായും അവിടേക്കുള്ള പോഷണം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഭാഗത്തുള്ള കോശങ്ങൾ നശിച്ചു പോവുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തീവ്രമായ വേദനയാണ് ഈ രോഗികൾക്ക് അനുഭവപ്പെടുക. അപ്പോൾ എന്തിനാണ് ഈ രോഗത്തിനെ കുറിച്ച് ഇത്ര അധികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്ര പേർക്ക് ഈ അസുഖത്തിൻ്റെ കാരിയർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ജനറ്റിക് ആയിട്ടുള്ള രോഗമാണ്. കാരിയർ ആണെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രക്തപരിശോധനയിൽ കൂടെ പ്രത്യേക ടെസ്റ്റുകൾ HPLC അഥവാ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെസ്റ്റുകളിൽ കൂടെ മാത്രമേ ഈ സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരിയേഴ്സ് തമ്മിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന കുഞ്ഞിന് 4-1 സാധ്യതയാണ് ഈ സിക്കിൾ സെൽ രോഗം വരാനുള്ളത്. ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? ഇപ്പം നേരത്തെ പറഞ്ഞ വേദന, അവർക്ക് തീവ്രമായിട്ടുള്ള വേദന ഉണ്ടാകാം. ഈ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നത് രക്തയോട്ടത്തിൻ്റെ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നത് തലച്ചോറിനുള്ളിലാണെങ്കിൽ തളർവാദം ഉണ്ടാകാം. ഹാർട്ടിലാണെങ്കിൽ അത് അറ്റാക്ക് ഉണ്ടാകാം. ഏത് അവയവത്തിലാണോ ഈ ബ്ലോക്ക് വന്നേക്കണേ ആ അവയവത്തിൻ്റെ പ്രവർത്തനത്തിനെ തന്നെ അത് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇത് തുടരെ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഈ ബ്ലോക്കുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രോഗികൾക്ക് അവരുടെ സാധാരണ എല്ലാവർക്കും പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ആയുസ്സും കുറഞ്ഞു വരും. പൊതുവെ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 30-35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് കിഡ്നിയിലെ ഇത് തുടർച്ചയായിട്ടുള്ള ബ്ലോക്കുകൾ കാരണം കിഡ്നി ഫെയിൽ ആകാനുള്ള റിസ്ക് വരും. അത് കാരണം തന്നെ അവരുടെ ആയുസ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ടെസ്റ്റ് ചെയ്ത് കാരിയർ ആണെങ്കിൽ കാരിയേഴ്സ് തമ്മിൽ കല്യാണം കഴിക്കുന്നത് ഒഴിവാക്കാൻ സാധിച്ചാൽ അത് തന്നെ ഒരു പരിധിവരെ ഈ അസുഖം വരുന്നത് സിക്കിൾ സെൽ ഡിസീസ് ആയിട്ട് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ രോഗം കാണപ്പെടുന്നത് വയനാട്ടിലും അട്ടപ്പാടിയിലുമാണ്. എങ്കിൽ പോലും ഈ അസുഖത്തിൻ്റെ കാരിയേഴ്സായിട്ട് പലരും ഈ രോഗമുണ്ടെന്ന്, രോഗത്തിൻ്റെ കാരിയർ ആണെന്നുള്ള കാര്യം അറിയാതെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ രോഗലക്ഷണം വന്നു കഴിഞ്ഞ ഒരു ആൾക്ക്, സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം കണ്ടുപിടിച്ചിട്ടുള്ള ഒരാൾക്ക് ഇതിൻ്റെ ചികിത്സ ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ തന്നെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ടാബ്ലറ്റ് ഹൈഡ്രോക്സിയൂറിയ എന്ന് പറഞ്ഞിട്ടൊരു ഗുളികയുണ്ട്. ഈ ഗുളിക എടുക്കുമ്പോൾ ഈ രോഗികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റിഫായി പോകുന്ന ആ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന ആ പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുകയും അത് കാരണം അവർക്കുണ്ടാകുന്ന അനുഭവപ്പെടുന്ന വേദന കുറയാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഹൈഡ്രോക്സിയൂറിയ കറക്റ്റായിട്ട് എടുക്കുന്ന രോഗികളിൽ ഒരു പരിധിവരെ രക്തം
കയറ്റുന്നതിനുള്ള സാഹചര്യവും കുറഞ്ഞു കിട്ടും. അതായത് സിക്കിൾ സെല്ല് അനീമിയയിലെ ഇവർക്ക് തുടർച്ചയായിട്ട് ഈ സെല്ല് സ്റ്റിഫായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു അത് നോർമൽ സ്റ്റേജിലേക്ക് വരില്ല. അപ്പോൾ ആ സെല്ല് സ്റ്റിഫായ ശേഷം അത് നശിച്ചു പോവുകയുള്ളൂ. അപ്പം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. അളവ് കുറയുമ്പോൾ തീർച്ചയായും ഓക്സിജൻ ശരീരത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ആ പ്രവർത്തനത്തിന് ബാധിക്കും. അങ്ങനെ ഓക്സിജൻ വീണ്ടും ശരീരത്തിൽ കുറയുമ്പോൾ വീണ്ടും കൂടുതൽ സെൽസ്, സിക്ലിംഗ് എന്ന് പറയും ഇതിന്, വീണ്ടും സ്റ്റിഫ് ആവാൻ തുടങ്ങും. അപ്പോൾ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം ഇവർക്ക് നോർമൽ ഒരാളുടെ ബ്ലഡ് കയറ്റി കഴിഞ്ഞാലായിരിക്കും ഇവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഹൈഡ്രോക്സിയൂരിയ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് ആ സ്റ്റിഫനിങ് സെൽസ് സ്റ്റിഫായി പോകുന്നത് ഒരു പരിധിവരെ ഒഴിവാകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളും കുറഞ്ഞു കിട്ടും. പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എളുപ്പമുള്ള ചികിത്സയല്ല. ശസ്ത്രക്രിയ, ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ ആണെന്ന് തോന്നുമെങ്കിലും ഇത് ഹൈ ഡോസ് കീമോതെറാപ്പി കൊടുത്ത് മജ്ജ കരിച്ച് കളഞ്ഞ് നോർമൽ ആളുടെ മജ്ജ, ഫുൾ മാച്ച് ആയിട്ടുള്ള ഒരു ആളുടെ മജ്ജ രോഗിയിലേക്ക് കയറ്റി കൊടുത്ത് അത് രോഗിയുടെ ശരീരത്തിൽ പിടിച്ചു വന്നാലേ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുള്ളൂ. ആ ട്രീറ്റ്മെൻറ്റിന് തന്നെ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും ട്രീറ്റ്മെൻറ്റ് കാരണം പോലും മരിച്ചു പോകാനുള്ള സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളതായതുകൊണ്ട് പലപ്പോഴും ഇതിൻ്റെ ചികിത്സയ്ക്ക് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ തീം ഗ്ലോബൽ ആക്ഷൻ, ലോക്കൽ ഇമ്പാക്റ്റ്, എംപവറിംഗ് കമ്മ്യൂണിറ്റീസ് ഫോർ ഇഫക്റ്റീവ് സെൽഫ് അഡ്വക്കസി എന്നുള്ളതാണ് ഈ വർഷത്തെ വിഷയം. ലോകത്തെവിടെയും ബോധവൽക്കരണം ഈ അസുഖത്തിനെ കുറിച്ച് നടക്കുമ്പോൾ ഓരോ രോഗിയിലേക്കും അതിൻ്റെ ഇമ്പാക്റ്റ് പ്രതിധ്വനിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ തീമിൽ കൂടെ ഉദ്ദേശിക്കുന്നത്.